നമുക്ക് ഇന്നത്തെ ഒരു കൊച്ചു വിശേഷങ്ങൾ കണ്ടാലോ? ഇന്നതാ ഞങ്ങൾ നല്ലൊരു ചിക്കൻ ബിരിയാണിയും ചിക്കൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഞാൻ റെഡിയാക്കി വെച്ചു. ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചു, പട്ട കറാമ്പൊക്കെ പൊടിച്ച് വെച്ചു, ഉള്ളി. ഇതൊന്നും ഞാനല്ല ചെയ്തത്, എൻ്റെ ഉമ്മ താത്തയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഉമ്മയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഉമ്മ വന്നാൽ പിന്നെ ഞാൻ അടുക്കളയിൽ കയറാറില്ല. ഉമ്മ അത് ചിക്കനൊക്കെ പൊരിച്ച് വെച്ചു. അത് ഞാൻ വിളിക്കും വേണ്ട. ചിക്കൻ കംപ്ലീറ്റ് പൊരിച്ച് വെച്ച ശേഷം ചിക്കൻ പൊരിച്ചിട്ട് ഗ്രേവി ആക്കാൻ പറഞ്ഞു, വെറൈറ്റി ആയിട്ട്. പിന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി കേട്ടോ, നമുക്ക് കൂടുതൽ അതല്ലേ പറ്റുള്ളൂ. അതിനൊക്കെ ചട്ടിയൊക്കെ വെച്ച് ഉള്ളിയും തക്കാളിയൊക്കെ നല്ല പച്ചമുളകൊക്കെ നല്ല വാട്ടിയെടുത്തു. നമ്മുടെ പൊടികളായിട്ട് മുളക് പൊടി, ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടതാ അവിടെ അത് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള ബിരിയാണിക്കുള്ള മസാല റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇമ്മ വന്നാൽ പിന്നെ അത് അടുക്കളയിൽ അതിങ്ങനെ കയറാറില്ല, ഹെൽപ്പിന് മാത്രമേ കയറാറുള്ളൂ. ഉമ്മയും താത്തയും വന്നിട്ടുണ്ട്, ഇന്നലെ വന്നതാണ് അവർ. അപ്പം ഇന്ന് നമുക്ക് ബിരിയാണിയൊക്കെ വൈകുന്നേരം പോവുകയും ചെയ്യും കേട്ടോ. താത്താക്ക് പോകണം. അപ്പോൾ പിന്നെ എന്തായാലും ബിരിയാണി വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ അതിന് നിന്നു. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി റെഡി ആയിട്ടോ. അരിയൊക്കെ കൊട്ടിയതാണ്. അതിലേക്ക് മല്ലിയിലയും കറുവേപ്പിലയും പുതിനയൊക്കെ ഇട്ടുമ്പോൾ അത് നെയ്യൊക്കെ ഇട്ട് സെറ്റാക്കി. അപ്പോഴേക്കും അത് അപ്പുറത്ത് പോയിട്ട് ഗ്യാസിൽ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിക്ക് ഇട്ടിട്ടോ. അതിലേക്കും ഉള്ളിയും തക്കാളിക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടാകുന്നു. അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല എല്ലാം ഇട്ടുമ്പോൾ വെറൈറ്റി ആയിട്ട് എന്ത് കാട്ടിയെന്നറിയോ? ചിക്കനിൽ പൊരിച്ച് വെച്ചു, എന്നിട്ട് തക്കാളി ഉള്ളിയും കുക്കറിൽ വിസിലടിപ്പിച്ചു. എന്നിട്ടാണ് പിന്നെ മസാല കൂട്ടിയിട്ട് അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. ഞാൻ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ തൈരൊന്നും ഒഴിക്കാറില്ല, അത് തൈരൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രേവി. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് കൊട്ടി ലാസ്റ്റും കുറച്ച് മല്ലിയിലയും കറുവേപ്പിലൊക്കെ ഇട്ടുമ്പോൾ നിറയെ മല്ലിയിലയും കറുവേപ്പിലയും പുതിനയൊക്കെ ഇടുന്നുണ്ടുമ്പോൾ ചിക്കൻ കറിയിൽ പുതിനയൊക്കെ ഇട്ടുട്ടോ. ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ടല്ലോ, അതും ഞാൻ ട്രൈ ചെയ്യണം. അടിപൊളിയായിരുന്നു കേട്ടോ ചിക്കൻ്റെ ഗ്രേവി. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയേക്കല്ലേ, മദ്രസയുണ്ട്, അതുകൊണ്ട് അവൾക്ക് ഇന്നലെ പോകണം. അവൾ വൈകുന്നേരം പോവും. അപ്പം പിന്നെ ബിരിയാണിയൊക്കെ വെച്ച് താത്താട്ടോ, താത്തയും ഉമ്മയും വൈകുന്നേരം പോവും. അപ്പോൾ പിന്നെ ചിക്കൻ ബിരിയാണിയും ഗ്രേവിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിലേക്ക് നിന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇങ്ങനെയൊക്കെ. അങ്ങനെ വാഴൻ്റെ ഇലയൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് ഒക്കെ അവിടെ കൊണ്ടുപോയി പായൊക്കെ വിരിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇവിടുത്തെ ഉമ്മയും എല്ലാവരും കൂടി നന്നായിട്ട് ഇരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു കേട്ടോ. ചിക്കൻ ഗ്രേവി, തൈരൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടോ, തൈര്, ചിക്കൻ വരട്ടിയതൊക്കെ കൂടി ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വഴി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.